അപ്പോൾ എല്ലാവർക്കും അടുത്ത ഒരു ഓസ്ട്രേലിയൻ ട്രിപ്പിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് നെൽസൺ ബേ ആണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് നെൽസൺ ബേ കാണാൻ പോവാണ്. അപ്പോൾ ഇന്ന് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പോണേ. 2 വണ്ടിയിലാണ് കേട്ടോ പോണേ. അയ്യോ വീണോ? അവള് വീണോ? അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇന്ന് പുറത്ത് വന്നിട്ട് പിള്ളേർക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവർക്കിന്ന് സ്കൂളിലൊന്നും പോകണ്ടല്ലോ. അങ്ങനെ നമ്മൾ എല്ലാവരും റെഡിയായി ഇറങ്ങി. ഇന്ന് വെയിലൊക്കെ ആയതുകൊണ്ട് ഇപ്പം കാണുന്ന ഈ വെയിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും പോകും കേട്ടോ. അപ്പം നമ്മൾ വെയിൽ കാണുമ്പോഴത്തേനും ഓടി വന്ന് പുറത്തേക്കും, കുറച്ച് ബോഡിയൊക്കെ ഒന്ന് ചൂടാവുമല്ലോ. ഇവിടെ കുട്ടികൾക്കൊക്കെ കറക്റ്റ് സീറ്റ് വേണം, അല്ലെങ്കിൽ പോലീസ് പിടിക്കും. അപ്പോൾ ഒരു നിസാൻ എക്സ്ട്രയിലും കൂടെ ഉണ്ട് ബ്രദറിന്. അപ്പോൾ അതിലാണ്, അപ്പോൾ 2 വണ്ടിയിലാണ് പോണേ. അപ്പോൾ അത് ഡയാനും ഓടിക്കും, മറ്റേതിൽ ഞങ്ങളും ബ്രദറും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവരുടെ വീടിൻ്റെ വലത് സൈഡിലൊക്കെ ആയിട്ട് ചെറിയ ഫോറസ്റ്റ് ഉണ്ട്. അതായത് വന്യമൃഗങ്ങളൊന്നുമില്ല, സാധാരണ ചെറിയൊരു ഫോറസ്റ്റ്. പാമ്പുണ്ട് കേട്ടോ ഇവിടെ. മിക്കവാറും പാമ്പിനെ കാണാമെന്ന് പറയാമെന്ന് കേൾക്കാം. അപ്പോൾ ഇതാണ്ടാ നമ്മൾ കുറച്ചങ്ങ് എത്തിയപ്പോഴത്തേനും മഴയൊക്കെ പെയ്തു തുടങ്ങി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ കാലാവസ്ഥ. ഇപ്പം നമ്മൾ ഈ കാണുന്നതൊക്കെ നല്ല നിരപ്പായ സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെയൊക്കെ കുതിരേനെ ഉടുപ്പൊക്കെ ഇടിച്ച് വയ്ക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ ഫുള്ള് കുതിര, ഓരോ വീട്ടിലും ഉണ്ട് 2, 3, 4 കുതിരകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പിക്ചർ കാണില്ലേ, അതുപോലെ ഇങ്ങനെ കമ്പ് മുറിച്ചിട്ട് അതുകൊണ്ട് വളച്ച് വളരെ ഭംഗിയായിട്ടാണ് അതിര് കെട്ടിയേക്കുന്നത്. ഇപ്പം ചെറിയ ലേക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കുതിരകളൊക്കെ ഉള്ള സ്ഥലത്ത് ചെറിയ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. അവർക്ക് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ വീടുകളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടുത്തെ വണ്ടികളുടെ ബാക്കിലൊരു ട്രെയിലറും കൂടെ ഉള്ളതുകൊണ്ട് മിക്ക വീടിൻ്റെയും ഫ്രണ്ടിലും ആ ഒരു വണ്ടിയും ബാക്കിലൊരു ട്രെയിലറും കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുണ്ട്, ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ കാണുന്ന പോലെ തന്നെയാണ്, കാണുന്നതിനേക്കാളും ഭംഗിയാണ് നമ്മൾ നേരിട്ട് കാണും. നമ്മൾ ഈ ചെന്ന തണുപ്പ് സമയത്തുകൊണ്ട് ഈ മരങ്ങളിൽ ഇലയും അതുപോലെ തന്നെ പൂക്കളൊന്നുമില്ല. സമ്മർ ടൈമിലാണെങ്കിൽ നല്ല പൂക്കളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടോ. നിറയെ ഇലകളൊക്കെ ആയിട്ട് ഭംഗിയാണ്. അപ്പം നമ്മൾ ആ വീടുകളൊക്കെ ഉള്ള ഒരു ഭാഗം കഴിഞ്ഞ് ഇവിടെയൊക്കെ കുതിരകളെ കാണാം കേട്ടോ. കുതിരകൾ ഇത് കണ്ടോ, അങ്ങ് ദൂരം നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഫാമുകളുണ്ട്. ഫാമിലേക്കുള്ള വഴിയൊക്കെ നമുക്ക് കാണാം ഇങ്ങനെ പോകുമ്പം. ഇവിടെ ഇങ്ങനെ ചെറിയ വെള്ളക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ചെറിയ ഫാമിലേക്കൊക്കെ പോകുന്ന വഴിയാണിത്. പിന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ കനാല് പോലെയൊക്കെ വിട്ടിട്ടുണ്ട്. നമ്മുടെ ഈ മുന്നിൽ പോകുന്ന വണ്ടികളുടെ എല്ലാം ബാക്കിൽ കണ്ടോ ട്രെയിലർ കണക്ട് ചെയ്യുന്ന സാധനമുണ്ട് കേട്ടോ. ഈ കാണുന്നുണ്ടല്ലോ, ഇത് ഫ്രഷ് വാട്ടറിലേക്കാണ്. ചെറിയ അരുവികളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ കെട്ടി നിർത്തി വലിയ ഒരു തടാകമായിട്ട് മാറിയേക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഡ്രിങ്കിങ് വാട്ടറായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് നമ്മൾ പോകുമ്പോൾ ഇതിൻ്റെ അടുത്തുകൂടെ പോകുന്ന പോലെ ഉണ്ടെന്ന്. റോഡിനോട് ചേർന്നിട്ടാണ് ഈ തടാകം കിടക്കുന്നത്. അതുകൊണ്ട് അപ്പുറത്തെ സൈഡിലൊരു റോഡുണ്ട്. പിന്നെ ഈ ഒരു പമ്പ് ഹൗസ് പോലെ കണ്ടോ, ഈ തടാകത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു പമ്പ് ഹൗസ് പോലെയൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ടേക്കൊക്കെ പോകുമ്പം ചെറിയ വീടുകളൊക്കെ പിന്നെ നമുക്ക് കാണാം. ഇവിടുത്തെ സ്ഥലങ്ങളെ ഇങ്ങനെ നിരന്ന സ്ഥലങ്ങളാണ്. ആരോമാർക്ക് കണ്ടോ, നെൽസൺ ബേ, ലെമൺ ട്രീ പാർക്ക്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുന്നത് നെൽസൺ ബേയും പിന്നെ ഗാൻ ലുക്കൗട്ടും. ലുക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മേലെ കയറിയിട്ട് അവിടുന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗാൻ ലുക്കൗട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ ഹോഴ്സ് റൈഡിങ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇതാ ചെമ്മരിയാടുകളെയൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ. ചെമ്മരിയാടുകൾ, കുതിരകൾ, ഇതൊക്കെ കണ്ടു. ഇതൊക്കെ വീടുകളാണ്. ഈ വീടുകൾക്കൊന്നും ഇങ്ങനെ ഗേറ്റോ അങ്ങനെയൊന്നുമില്ല, അതായത് മതിലോ അങ്ങനെയൊന്നും കെട്ടിയിട്ടില്ല. ഓപ്പൺ സ്പേസ് ആണ്. ഇതെല്ലാം നല്ല വൃത്തിയാക്കിയ പോലെ കാണുന്നില്ലേ, പക്ഷേ ഇതിങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ. പിന്നെ പുല്ലൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് ചെറിയ മെഷീനുകളൊക്കെ ഉണ്ട്. ഈ ട്രെയിലറിലൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ അതിലങ്ങ് ആ പുല്ലൊക്കെ വെട്ടി അങ്ങ് എടുത്തുകൊണ്ട് പോകും. ഇവിടെയൊക്കെ കുതിരേനൊക്കെ ഉടുപ്പിടിച്ചൊക്കെ നിർത്തിയിട്ടുണ്ട്. പഴയ വീടുകളാണ് കേട്ടോ ഈ സൈഡിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം നമ്മൾ ഇപ്പം ആദ്യം കാണാൻ പോകുന്നത് ഗാൻ ലുക്കൗട്ടാണ്. അപ്പം അവിടേക്ക് പോകണമെങ്കിൽ കുറച്ച് മേലേക്ക് കയറണം. ഒരു വലിയൊരു കുന്നിൻ്റെ മേലെയാണ് മേലേക്ക് കയറുന്ന റോഡിലോട്ട് കയറി. അപ്പോൾ റോഡിനും അത്ര വലിയ വീതിയില്ല. ഇപ്പം ഡയാനയും പിള്ളേരും അത് പുറകിൽ വരുന്നുണ്ട് കേട്ടോ. ബോട്ടിൽ ബ്രഷ്. ഓഹോ ശരി, ബോട്ടിൽ ബ്രഷ്. ചെറിയ റോഡാണ്. അപ്പം നമ്മളിതാ മേലെ കയറി കേട്ടോ. മേലെ എത്തി അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ്.
എല്ലാം ബ്ലൂ ആയിരിക്കും. സാൻഡൊക്കെ വൈറ്റ് അല്ലേ? സാൻഡ് ഇത് വൈറ്റ് സാൻഡ് സാൻഡിൽ കൊണ്ടുപോകണ്ടേ ഡ്യൂ. ഇവിടെ എല്ലായിടത്തും പാമ്പുണ്ടെന്ന് പറയണേ. തുമാരി കോസ്റ്റ് ലൈൻ. ശരി. നനയൂലേ എന്നാലും? I can see even more houses. Right over there. Can report. Privatization project. What does that say? This area is under survey. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് കുറച്ച് സ്ഥലങ്ങളുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ആ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് അവരതിൽ ഇങ്ങനെ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് സീ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ മേലെ പൊക്കത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ്. അപ്പോൾ താഴെയൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആ സൈൻ ബോർഡുകളെ. അപ്പം ഈ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓരോരോ സ്ഥലങ്ങളിലും എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആ താഴേക്കൊക്കെ ഇറങ്ങിയിട്ട് ആൾക്കാർ പോകാറുണ്ട് കേട്ടോ. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നോക്കി എല്ലായിടും. ലോക്കും കൊണ്ട് വരുമോ അവര്? ലോക്കും കൊണ്ട് വന്നിട്ട് ഇവിടെ ലോക്ക് ഇട്ടിട്ട് പോവോ? ശരി, റിലേഷൻഷിപ്പ് ബിൽഡിംഗ്. ഓ, ജാസൻ ടാൻ. 2015 ലോക്ക് ഇട്ടിട്ട് പോയതാണ് ഇവര്. അത് കഴിഞ്ഞ് ഇവര് വന്നിട്ടില്ലേ? അല്ല 10 ഇയേഴ്സിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓ, അപ്പൊ ദിസ് ഇയർ. അപ്പൊ ഇപ്പൊ ഓൾറെഡി ജൂലൈ കഴിഞ്ഞില്ലേ? 10 ഇയർ കഴിഞ്ഞു. ഇത് 2024 23. ഇവരെവിടെ പോയി ഇപ്പൊ? അല്ല, ഇവര് 10 വർഷം കഴിഞ്ഞതുകൊണ്ട് വന്നിട്ടതാണ്. ഈ കമ്മ്യൂണിറ്റി Jump over this. അവിടെ വേറൊരു പക്ഷിയുണ്ട്, സ്പാരോ. ബാക്കിൽ കണ്ടോ സ്പാരോ? അതിനെ പക്ഷെ നിലയില്ല. സ്പാരോ ഉണ്ട്, സ്പാരോ. Sunglasses. ഇതാണ് നെൽസൺ ഡേ. ഇവിടെ ബോട്ട് സർവീസുകളും പിന്നെ ഇവിടെ നിന്ന് വെയിലിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ബോട്ടിൽ കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. മീനൊക്കെ പിടിക്കാൻ പോകുന്നത് ഈ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല കാറ്റൊക്കെ ആയിരുന്നു നമ്മൾ വന്ന സമയത്ത്. ഇത് ഫിഷിംഗ് ബോട്ടായിരിക്കും. റെസ്റ്റോറന്റ് ഒക്കെ ഉള്ളത് ബോട്ടില്. നീറ്റായിട്ടുള്ള ഒരു സ്ഥലം. Wait, Evie! Wait, you play. I got your room. No. You can kick out any player. അങ്ങനെ നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടേ. ഇതൊക്കെ ടൂറിസ്റ്റ് പ്ലേസസ് ആണല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ ഈ സോവനിയർ ഷോപ്പുകളുണ്ട്. അപ്പോൾ നമ്മളിതാ അവിടെയുള്ള സോവനിയർ ഷോപ്പിൽ ജസ്റ്റ് എല്ലാം ഒന്ന് കാണാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ കടലിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇത് ചെറിയ ബൗള്, മഗ്, കപ്പ്, അതുപോലെ തന്നെ കമ്മലാണ് നേരത്തെ കണ്ടത്. ചെറിയ വീടുകൾ, ഇതൊക്കെ നമുക്ക് ഷോക്കേസിൽ വെക്കാൻ പറ്റുന്നേക്കോട്ട് സാധനങ്ങളാണ്. ഇത് ആന്തൂര്യത്തിൻ്റെ ഒരു മോഡൽ പോലെ എനിക്ക് തോന്നി. പിന്നെ ഇത് കണ്ട ചെറിയ വലകൾ, നമ്മൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അത്. പിന്നെ പിക്ചറുകളുണ്ട്, കടലിൻ്റെ പിക്ചർ, അതുപോലെ തന്നെ കടലിൻ്റെ പല തരത്തിലുള്ള പിക്ചേഴ്സ് ഉണ്ട് അവിടെ. എല്ലാം ഡ്രോ ചെയ്തതാണ്, പ്രിന്റ് അല്ല. പിന്നെ മാല, ഇത് കണ്ടോ ഒരു ലേഡീനെ ഇടിയിച്ചേക്കുന്നത്, അതൊക്കെ മുത്താണ്. ഇതൊക്കെ ഈ സെറാമിക് പോലെ നമുക്ക് തോന്നും, കൊട്ട പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ബാസ്ക്കറ്റുകളാണ്.
പിന്നെ ഈ ഫ്ലവറൊക്കെ വരച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതാ ബോട്ടിൻ്റെ പായ്ക്കപ്പലിൻ്റെ ഷേപ്പിലൊക്കെ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയാട്ടോ, കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ്. പക്ഷെ ഭയങ്കര പൈസയാണ് എല്ലാത്തിനും. അതും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വെക്കുമ്പോൾ ഇച്ചിരി പൈസ കൂടും. വെൽക്കം ടു ബീച്ച് അതൊക്കെ എഴുതി വെച്ചേക്കുന്ന വുഡിലാണ്. അതുപോലെ തന്നെ സ്റ്റോണിലും പിന്നെ ഒക്കെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് സോക്സാണ്. സോക്സിൻ്റെ മേലെ പോലും ഡിസൈൻ കൊടുത്തേക്കുന്ന ഫിഷിൻ്റെ ഒക്കെ മീനുകളുടെ ഡിസൈനാണ് കേട്ടോ. പിന്നെ ബാഗുണ്ട്, പിന്നെ ഈ ബനിയനുണ്ട്, ഷോളുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഡോറിലൊക്കെ നമ്മളിങ്ങനെ ഹാങ് ചെയ്തിടൂലേ, കക്കയും കൊണ്ട് ഉണ്ടാക്കിയിട്ട്, അതാണ് കേട്ടോ ഈ സൈഡിലെല്ലാം തൂക്കിയിട്ടേക്കുന്നത്. പിന്നെ കീ ചെയിൻ ഉണ്ട്. പിന്നെ വളകൾ കണ്ടോ, ഇഷ്ടംപോലെ വളകൾ, മാലകൾ, അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടതിന് ശേഷം തിരിച്ചു പോകുന്നു കേട്ടോ. ഇവിടെയൊക്കെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നല്ല നീറ്റാണ്. അപ്പോൾ ഇവന് കിട്ടേക്കുന്ന ഷോൾ ഇപ്പം നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ നെൽസൺ ബേ കണ്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണേ. അപ്പോൾ ഇതുവരെ ഒന്നും മഴയൊന്നും പെയ്തില്ല. ഇത് കണ്ടോ, ഇവിടെ ഒരു വലിയൊരു റിവറുണ്ട് കേട്ടോ. ആകാശമൊക്കെ നല്ല പഞ്ഞിക്കെട്ട് പോലെയുണ്ട്, മേഘം കാണാൻ വേണ്ടിയിട്ട്. മഞ്ഞല്ല, മേഘം. അങ്ങനെ നമ്മൾ നെൽസൺ ബേന്ന് ഇനി അടുത്തത് എങ്ങോട്ടാണ്? ഇനി ലഞ്ച് കഴിക്കണം. അപ്പം ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്തത് പോണത്. അപ്പോൾ നമ്മൾ നേരത്തെ പോയ കടൽ തീരത്തൊക്കെ ഉണ്ടല്ലോ, ഒട്ടും ഉളുമ്പുവാണമില്ലേ. അതുപോലെ തന്നെ ഒരു ചെറിയൊരു വേസ്റ്റ് പോലും അവിടെ കാണാനില്ല. എല്ലാം നല്ല വൃത്തിയായിട്ടാണ് കേട്ടോ സൂക്ഷിക്കുന്നത്. ഉളുമ്പ് മണം ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നറിയില്ല. കാരണം നമ്മുടെയൊക്കെ നാട്ടിൽ വെള്ളത്തിനൊക്കെ ഭയങ്കര ഒരു ഉളുമ്പ് മണമല്ലേ കടൽ തീരത്തൊക്കെ. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പം തന്നെ ആ ഒരു മണം നമുക്ക് കാറ്റിൽ ഇങ്ങനെ അടിച്ചു വരും. ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പോകുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ ഭംഗിയുണ്ട്. ചില വീടുകൾ ചെറുത്, പക്ഷെ ഭയങ്കര ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഒതുങ്ങിയ, നമ്മൾ പണ്ട് വരയ്ക്കൂലേ ബുക്കിൽ, അതുപോലത്തെ ഷേപ്പുള്ള വീടുകളാണ് കേട്ടോ. എല്ലാ വീടിൻ്റെ മുന്നിലും കാറുകളൊക്കെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ചില വീടിന് മതിലൊന്നുമില്ല, ചില വീടിന് മതിലുകളുണ്ട്. ഇപ്പോൾ ഇപ്പം നമ്മൾ പോകുന്ന ഒരു ബീച്ചിൻ്റെ സൈഡിൽ കൂടെയാണ്. ഇവിടെ ഇത് ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ നടക്കാൻ അതിലേക്കൂടെ ഫുട്പാത്തൊക്കെ ഉണ്ട്. അത് കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു പാർക്ക് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ അതിൽ നടക്കുന്നുണ്ട്. ഇരിക്കാൻ ഇഷ്ടംപോലെ ബെഞ്ചുകളുണ്ട്. പിന്നെ ഡസ്റ്റ്ബിൻ ഒക്കെ വെച്ചിട്ടുണ്ട്. ചെറിയ വാഷ്റൂം പോലെ ഉണ്ട്. ഇഷ്ടംപോലെ ഡസ്റ്റ്ബിന്നുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും. ഇരിക്കാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ നോക്കി എന്ത് നീറ്റാണ്, നല്ല വൃത്തിയായിട്ട് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. വണ്ടികളൊക്കെ ഇങ്ങനെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് അങ്ങ് വലിയ ബോട്ടൊക്കെ കാണാവേ, അങ്ങ് സൈഡിലായിട്ട് ബോട്ടൊക്കെ കാണാം. അപ്പം നമ്മൾ ഇവിടെ ഇറങ്ങിയില്ല, കാരണം നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ലല്ലോ. അപ്പം നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മളിത് കുറേ ദൂരം നമ്മളിങ്ങനെ കടൽ തീരത്തു കൂടിയാണ് വരുന്നത്. അപ്പം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് കാറുകളും ഒക്കെ എല്ലാം കറക്റ്റായിട്ടുണ്ട്. ആ ഒരു വരയ്ക്കുള്ളിൽ തന്നെ കറക്റ്റായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പോരുന്ന വഴിക്ക് ഒരു സ്ഥലത്തും കൂടെ പോകാൻ വേണ്ടി ഇരുന്നായിരുന്നു. പക്ഷെ മഴ പെയ്തതുകൊണ്ട് പിന്നെ നമ്മളവിടെ പോയില്ല. അപ്പൊ ഈ വണ്ടിയിലും വണ്ടിയുടെ ഓടിക്കുമ്പോൾ കാരവാനക്കാരുണ്ടാവില്ല ട്രോൾ ചെയ്യുമ്പോൾ. ഇതൊക്കെ ഈ ക്യാരവാനിൽ ദൂരെ നിന്നൊക്കെ യാത്ര ചെയ്ത് വരുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ റെസ്റ്റ് എടുക്കാനും താമസിക്കാനും അതുപോലെ തന്നെ അവരുടെ വണ്ടിയൊക്കെ നിർത്താനും ഒക്കെ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ അടുത്ത സൈഡിൽ നമ്മൾ കണ്ടത്. ഇവിടെയൊക്കെ വീടുകൾ നല്ല രസമുണ്ടല്ലോ, അടിപൊളി. വലിയ സ്ഥലം മേടിച്ചത്. അതായത് ഇവിടെ ഒരു വീടിന് ഒരു $3-4 മില്യൺ വില. ഓഷന്റെ സൈഡ് ആയതുകൊണ്ട്. ഇത് BWS വുൾവർത്തിന്റെ അവന്മാരുടെ കമ്പനിയുടെ പേരാ. ബിയർ വൈൻ സ്പിരിറ്റ്സ്. അപ്പം അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഒരു ഭാഗത്തേക്ക് എത്തിയേ. അപ്പം നമ്മൾ ഫിഷ് ആൻഡ് ചിപ്സ് നോക്കിയാണ് വന്നത്. അപ്പം ഡയനയും പിള്ളേരെയും അവിടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ബാക്കിലായി പോയി. അപ്പം ഇതാ ഈ ഒരു സ്ഥലമൊക്കെ കാണുമ്പോഴേ ശരിക്കും ഈ മുന്നേ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ കാണുന്ന റബ്ബർ തോട്ടം പോലെയുണ്ട്. അപ്പം നമുക്കിതാ ഇവിടെ നിന്ന് ഇങ്ങനെ റൈറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇപ്പം ഈ സമയത്തൊക്കെ നല്ല വെയിലായിരുന്നു കേട്ടോ. അത് തന്നെ ഒരു ദൈവാനുഗ്രഹം. കാരണം നമ്മൾ ഇടയ്ക്ക് വരുമ്പോൾ മഴ പെയ്യും, പിന്നെ വെയിൽ തെളിയും. ഇന്ന് മൊത്തത്തിൽ നമ്മളെല്ലാം പോയയിടത്ത് എല്ലായിടത്തും നമുക്ക് വെയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങാൻ നിന്നപ്പം അവിടെ പിന്നെ നടക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ. അപ്പം നമ്മൾ ലഞ്ച് കഴിക്കുന്ന സ്ഥലത്ത് എത്തി കേട്ടോ. അപ്പം നമ്മുടെ കൂന്തൽ ഫ്രൈ,
ഇതൊന്ന് പൊട്ടിച്ചിട്ട് കഴിഞ്ഞിട്ട് പൊട്ടിച്ചു അത് രസമുണ്ട് ബാഗ്. ഞാനോട്ടു നന്നായിട്ടുണ്ട്. കടലാരി ഇവിടെ കാരമണ്ടി എന്ന് പറയുന്നത് നല്ല ഇവിടുത്തെ പ്രീമിയം ഫിഷ്. ചെറിയ പീസ് കുറെ ഉണ്ട്. ക്വാണ്ടിറ്റി അല്ല, നല്ല ഹെവി ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി just as crispy. See, not the same. Give me the ആർക്കൊക്കെ വേണ്ട ഓടി വന്നെടുത്തോ. amazing. Love it. ഇത് നമ്മൾ ഉണ്ടാക്കില്ലേ? ചേർത്ത് പട്ട ചിക്കൻ നോട്ട് നൈസ്. കുറേ സീ ഫുഡ് കടകളുണ്ട് അല്ലേ? നമ്മളിത് സോന വാട്ടർമെലൻ style. Whoop up. Hot sauce. ഇവിടെ മുട്ടായികളെ ഓരോരോ ഷേപ്പിലുള്ള ബോക്സിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് നാട്ടിൽ കിട്ടില്ലേ, നമ്മൾ ജംസും കിൻഡർ ജോയും അതുപോലെ തന്നെ പെന്നിൻ്റെ അകത്തൊക്കെ ജീരക മുട്ടായൊക്കെ പല ഷേപ്പിലുള്ള ഓരോ ഒരു ബോട്ടിലായിട്ടല്ലേ കിട്ടുക. അപ്പോൾ ഇതാ അങ്ങനത്തെ കുറേ സാധനങ്ങൾ കേട്ടോ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. നല്ല അതെ അവിടെ അവിടെ ലോറി ഒക്കെ എൻ്റെ ഇവിടെ ജീരകോട്ടായി ലോറിയില ലോറി ഒക്കെ ഈ കടയിൽ ഞാൻ ശ്രദ്ധിച്ചതേ എല്ലാം നമ്മളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഷേപ്പിലാണ് ചോക്ലേറ്റ് വെച്ചേക്കുന്നത്. ചോക്ലേറ്റിന് നമ്മൾ ക്യാൻഡീസ് ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, ഷുഗർലെസ് ചോക്ലേറ്റ്സുകളുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊന്ന് എടുത്ത് നോക്കാൻ തോന്നും. അതുപോലെയാണ് എല്ലാ ചോക്ലേറ്റിൻ്റെ ഒരു ഷേപ്പ് വന്നിരിക്കുന്നത്. ഓരോ വെജിറ്റബിൾസിൻ്റെ ഷേപ്പിൽ വെജിറ്റബിളിൻ്റെ ഷേപ്പിൽ ചോക്ലേറ്റ്. ചോക്ലേറ്റുകൾ കണ്ട് കണ്ട് മടുത്ത് കേട്ടോ. പല ഷേപ്പിലും ചോക്ലേറ്റ് സോസും പിന്നെ ഹണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഹണി പിന്നെ നമ്മുടെ ലേസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങിച്ചിറങ്ങിയേ. പിന്നെ നമ്മൾ നെക്സ്റ്റ് വന്ന് പെട്ടത് ഒരു ഐസ്ക്രീം ഷോപ്പിൻ്റെ കേക്കും ഐസ്ക്രീമൊക്കെ വയ്ക്കുന്ന ഷോപ്പിൻ്റെ കടയുടെ മുന്നിലാണ്. പിന്നെ ഇവരെല്ലാവരും ഐസ്ക്രീം വാങ്ങിച്ചേ. ഞാനേ ഐസ്ക്രീം കണ്ട ഒട്ടും വിടാത്ത ഒരാളാണ്. പക്ഷേ എനിക്ക് അന്നപ്പം കഴിക്കാൻ പറ്റത്തുണ്ടായിരുന്നില്ല. തണുപ്പ് കാരണം ചെറിയൊരു സുഖമില്ലായ്മ പോലെ തോന്നിയതുകൊണ്ട് ഞാൻ മാത്രം കഴിച്ചില്ല. ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പ് കണ്ടോ, ഇതാണ് ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരുവാണ് കേട്ടോ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തെടുക്കുന്നിടത്ത് നടക്കുക. അപ്പോൾ അത് വരുന്ന വഴിക്ക് കുറേ പക്ഷികളൊക്കെ കണ്ടു. പ്രാവല്ല, വേറൊരു പക്ഷി. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഡയാനയും പിള്ളേരും മുന്നേ പോയി, ഞങ്ങൾ പുറകിൽ. അപ്പോൾ ഒരു 4:30 ആയുള്ളൂ. സൂര്യൻ അസ്തമിച്ച് വരുന്നുണ്ട്. പിന്നെ മഴ ആയതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്നൊരു ഇരുട്ട് പോലെ ആയത്. അല്ലെങ്കിൽ നല്ല വെളിച്ചം ഉണ്ടാവും. പക്ഷെ ഇവിടെ എല്ലാം കടകളൊക്കെ വേഗം അടയ്ക്കും കേട്ടോ. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും കടകളൊക്കെ അടച്ച് വീട്ടിൽ ആൾക്കാരൊക്കെ ലൈറ്റൊക്കെ ഓഫ് ചെയ്യും. അങ്ങനെയാണ് ഓസ്ട്രേലിയയിലൊക്കെ. പക്ഷെ നമ്മൾ ഇന്ത്യക്കാരൊക്കെ ലേറ്റായിട്ട് തന്നെ കിടന്നുറങ്ങുള്ളൂ കേട്ടോ.
അപ്പം നമ്മൾ ഈ കാണുന്നത് ന്യൂ കാസിൽ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുവാണ്. നെക്സ്റ്റ് ടൈം വരുമ്പം ഇനി ഇവിടെ വന്നിറങ്ങിയാൽ മതി. ഇരുട്ടായിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് സ്ഥലത്തൂടെ എല്ലാം നമുക്ക് ഈ കൽക്കരിയൊക്കെ കൂട്ടിയിട്ടേക്കെന്ന് കാണാൻ പറ്റും കേട്ടോ. ഇതിന്റെ അടുത്താണോ കടല്? ആ ശരി, ഓക്കെ. സാൻഡ്യൂണിൽ നടന്ന് കടലിൽ പോകാൻ ഇവിടുത്തെ ഫോർച്യൂണറേ കുറച്ച് വ്യത്യാസമുണ്ട്. എത്രയാണ്? ഇവിടെ ഉള്ളവർക്ക് ബോട്ടുണ്ട്. ഇവിടെ കുറച്ച് ഇന്ത്യൻ സ്റ്റൈൽ, ഒരു തായ് സ്റ്റൈൽ, കുറച്ച് എക്സ്ട്രാ നല്ല ഡിസൈൻ. ടൈൽസ് എല്ലാം ബ്ലാക്ക് ആയിരുന്നു. പക്ഷെ ഈ റൂം കണ്ട ഇവിടെ ഉള്ളത് അത് തിയേറ്റർ ആണ്. അത് ഫുള്ള് തിയേറ്റർ. ഒരു 8x6 8x4 കണ്ട്. വേറെ ഇങ്ങനെ വേറെ ഒരു പാച്ച്, അതായത് ഇങ്ങനെ ഇത് അവേ ഫ്രം ന്യൂകാസിൽ. പക്ഷെ ഐലൻഡ് അല്ല, ഇത് മറ്റേ സൈഡ്. അത് ഇങ്ങനെ ചുറ്റി കറങ്ങി പോണം ലാൻഡിൽ കൂടി പോകുമ്പോൾ. അവിടെ ഇത് കണ്ട. പക്ഷെ സിറ്റി അതിന്റെ ലെഫ്റ്റിൽ കാണുന്നതാണ് ന്യൂകാസിൽ സിറ്റി. അപ്പൊ ആ ഫെറി അതങ്ങനെ ആ രണ്ട് എഡ്ജും തമ്മിൽ ജോയിൻ ചെയ്ത ന്യൂകാസിൽ. സോ ഇവിടുന്ന് ന്യൂകാസിലേക്ക് ഫെറി പോയാൽ വെറും 5 മിനിറ്റിൽ ഫെറിയിലെത്തും. പക്ഷെ ഡ്രൈവ് ചെയ്ത് അരമണിക്കൂർ. അതുണ്ട് ആ റൈറ്റ് സൈഡിൽ കണ്ട. അതൊക്കെ കോള് കൂട്ടിയിട്ടേക്കുന്ന മല പോലെ കണ്ട. അത് മുഴുവൻ കോള് കൂട്ടിയിട്ട് അത് കോളിന് കൺവെയർ ബെൽറ്റില് കയറ്റി മല പോലെ കൂട്ടിയിട്ടുണ്ട്. ആക്ച്വലി അത് എന്താണ് ഇതല്ലേ എന്താണ് മഞ്ഞൂറല്ല എന്തോ വളം ഉണ്ടാക്കുന്നല്ലേ ഇത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വളമല്ലേ ലെഫ്റ്റ്. ഈ പൈപ്പ് പോകുന്നത് വളത്തിന്റെ ഇന്ന് മഴ കാരണം ഇങ്ങനെ ഇരുട്ടായത്. 5:21 സമയം. You can learn how engineering works. വലിയ ക്രെയിൻസ് ആണല്ലോ. ട്രെയിൻസ് ഇതിനകത്തൂടെ ഷിപ്പിലേക്ക് ലോഡ് ചെയ്യുന്നതാണ്. ഇതിപ്പോ എം ടി ആയിട്ട് വന്നേക്കുന്ന ഷിപ്പിൽ. അപ്പൊ അത് പക്ഷെ താഴുമ്പോഴത്തേക്ക് അടുത്ത് കാണുമ്പോൾ എല്ലാം മനസ്സിലാവും അത് എത്രമാത്രം താഴും. അപ്പൊ അതിനകത്തേക്ക് കയറ്റുന്നത് ഇത് കോള് കയറ്റുന്നതാണ്. ഈ ബെൽറ്റാണ് ഇത് ഫുള്ള് കമ്പയർ. ഇതിലൂടെ ട്രെയിൻ പോയി ഇതിനകത്തൂടെ ട്രെയിൻ അല്ല, ഈ ഇതിനകത്തൂടെ ഇങ്ങനെ കോള് വന്നോണ്ടിരിക്കുകയായിരുന്നു. ഓ അത് ശരി. ഓ ഇത് ബെൽറ്റ് ബെൽറ്റിലൂടെ കോള് വന്നോണ്ടിരിക്കും. ആ ക്രെയിൻ അത് അവിടെ നിന്ന് എടുത്ത് കയറ്റും അല്ലേ? ട്രെയിൻ അല്ല, പൈപ്പിൽ കൂടി അങ്ങ് പുഷ് ചെയ്യുവാണ്. അതെയോ? ആ ശരി. ഇത് എന്താണ് അരിയൊക്കെ നിറയ്ക്കുന്ന പോലെ നിറയ്ക്കുന്നത് കൂട്ടിയിട്ടേക്കുന്നുണ്ടോ? അത് കോളാണ്. കണ്ട ഈ മല പോലെ കൂട്ടിയിട്ടേക്കുന്ന മുഴുവൻ കോൾ. ശരി. ഇവിടെ മുഴുവൻ കരിമയമായിരിക്കുമല്ലോ. ഇത് ഇവിടെ നിന്ന് മൈന്ന് കൊണ്ടുവന്ന് ഇവിടെ കൂട്ടിയിരുന്ന ഇതിന്റെ മുകളിലേക്ക് വലിയ പൈപ്പ് വെച്ച് ജെറ്റില് വെള്ളം ഒരുപാട് അടിക്കും ക്ലീൻ ചെയ്യാൻ. ഇതല്ല ഇതിപ്പോ അടുത്ത് ഇതിപ്പോ 4ാമത്തെ ഇത് ട്രക്കിൽ കൊണ്ടുവന്നിടും അവിടെ? ഇല്ല, ഇതെല്ലാം കൺവേ. ഇവിടെ ട്രെയിൻ വരും. ട്രെയിനിൽ റൈറ്റില് ട്രെയിനിൽ വന്നിട്ട് ലെഫ്റ്റിലേക്ക് ഓ അത് ശരി. മൈൻസ് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവിടെ പെട്രോളും ഡീസലൊക്കെ സ്വന്തമാണല്ലോ അടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാൻ കയറി. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.